ഇപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് 4 ആണ്. അപ്പോൾ 4 നമ്മൾ എച്ച് ഡാഷ് ആയിട്ട് എടുക്കണം. ആ എച്ച് ഡാഷ് നമ്മൾ ഡയറക്റ്റ് 4 ചുമ്മാ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും 6നേക്കാളും ഇപ്പോൾ 4 ഓൾറെഡി ഉള്ളതുകൊണ്ട് 4ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് 6 ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 ഇത് വന്നില്ലേ, B0 2 അത് വരാൻ പാടില്ല, കാരണം നമ്മുടെ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 4 6ന് ചെറുത് ഏതാന്ന് നോക്കി. ഇപ്പോൾ 4 ആണ് ചെറുത്. അപ്പോൾ 4ൻ്റെ ചൈൽഡായിട്ട് 6നെ വെച്ച് മെർജ് ചെയ്ത്. ഇനി അടുത്ത് നമുക്ക് 3 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 3 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും 4ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചുമ്മാ ഇൻസേർട്ട് ചെയ്യാം. അടുത്ത വാല്യൂ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 11 ആണ്. 11 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും 3ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 11 ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ 3യും 11ഉം സെയിം ഓർഡറിൽ വന്നു, അതായത് B0 എന്ന് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3നെ 11 മെർജ് ചെയ്യണം. 3നെ 11 മെർജ് ചെയ്യാൻ 3 ആൻഡ് സ്മോൾ. അപ്പോൾ 3യുടെ ചൈൽഡായിട്ട് 11 വെക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നു, B1ഉം സെയിം ഓർഡർ വന്നു. അപ്പോൾ നമ്മൾ 4ഉം 3യും എടുക്കാം. 4ഉം 3നും സ്മോൾ ആരാ 3. അപ്പോൾ 3യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ചൈൽഡായിട്ട് 4നെ വരയ്ക്കുക. ഇത് ഇങ്ങനെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് 9 ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 9 ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എച്ച് ഡാഷ് 9 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചുമ്മാ വെറുതെ 3യുടെ ലെഫ്റ്റ് സൈഡിലോട്ട് 9 ഇൻസേർട്ട് ചെയ്താൽ മതി. അടുത്തത് 5ന് ഇൻസേർട്ട് ചെയ്യുമ്പം 9ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 5നെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 B0യും ഒരു B2 വന്നു. അപ്പോൾ നമ്മുടെ റൂള് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5ഉം 9ഉം ചെറുതാരാന്ന് നോക്കിയപ്പോൾ 5. അപ്പോൾ 5ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 9നെ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ട്രൈ വരും. ഇനി നമ്മൾ ഇൻസേർട്ട് 14 ചെയ്യണം. 14 ഇൻസേർട്ട് ചെയ്യുമ്പോൾ വെറുതെ 5ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി, കാരണം B0 B1 B2 അങ്ങനെ വന്നു. ഇനി നമ്മൾ ഇൻസേർട്ട് 10 ചെയ്യണം. 10 ചെയ്യുമ്പോൾ 14ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 10നെ ഇൻസേർട്ട് ചെയ്യണം. 10നെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ 10നെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 B0 വരും. അപ്പോൾ നമ്മുടെ റൂള് വയലേറ്റ് ചെയ്തില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 ആണോ 14 ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും, 14 ആണ് ചെറുത്, 10 ആണ് ചെറുത്. അപ്പോൾ 10ൻ്റെ ചൈൽഡായിട്ട് 14 വെക്കണം. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി 15ൻ്റെ ചൈൽഡായിട്ട് 9 B1 കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് 2 B1 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 ആണോ 15 ആണോ സ്മോൾ എന്ന് നോക്കണം. എന്നിട്ട് 10ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 15നെ വെക്കണം. അതാണ് നമ്മൾ ഇങ്ങനെ വെക്കണേ. 15 അല്ല കേട്ടോ, 5 ആണ്, സോറി. 5ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 10നെ വെക്കണം. 10നെ വെച്ചിട്ട് ഇങ്ങനെ 2 ഹീപ്പ് വന്നു. അപ്പോൾ B1ഉം വീണ്ടും വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ മെർജ് ചെയ്യണം. അപ്പോൾ 5 ആണോ 3 ആണോ ചെറുതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും 3 ആയിരിക്കും ചെറുത്. അപ്പോൾ 3നെ റൂട്ടാക്കി നിർത്തിയിട്ട് ഇവിടുന്ന് ഒരു റോ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ 5 10 14 9 എന്ന് പറഞ്ഞ് വരയ്ക്കണം. അപ്പോൾ നമുക്കൊരു B3 ഇല്ലുള്ള ഒരു ഇത് കിട്ടും. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും ചുമ്മാ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് B0 B3 എന്ന് പറയുന്ന ഓർഡറിൽ കിട്ടും. ഇനി ഇൻസേർട്ട് ചെയ്യുന്ന 7 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഞാൻ പിന്നെ ഈ 3യുടെ ഇത് ഇത്രയും വരയ്ക്കേണ്ടല്ലോ വിചാരിച്ച് വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ 3യുടെ ലെഫ്റ്റ് സൈഡിൽ ആരാ 21ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ ചുമ്മാ ജസ്റ്റ് 7 ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് B0യിലുള്ള 2 കിട്ടി. 7ഉം B0യില, 21ഉം B0യില, പിന്നെ 3 B3യില. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 7ലും 21 സ്മോൾ ആരാന്ന് നോക്കിയിട്ട് സ്മോളിനെ റൂട്ടാക്കി നിർത്തി 21നെ B1ൻ്റെ 7ൻ്റെ ചൈൽഡാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ B0 മാറി B1 ആവും. അപ്പോൾ B1ഉം B3യും നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 13 ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും ചുമ്മാ 7ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഹീപ്പ് എന്ന് പറയുന്നത് B0 B1 B3 എന്ന് പറയുന്നത് ഇതിൽ കിട്ടും. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് 20 ഇൻസേർട്ട് ചെയ്യുമ്പം 30ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചുമ്മാ ഇൻസേർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 2 B0 കിട്ടി. അപ്പോൾ 2 B0 ചെയ്യുമ്പോൾ നമ്മുടെ റൂള് വയലേറ്റ് ചെയ്യില്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം,